എല്ലാ ഫുട്ബോൾ വേൾഡ് കപ്പിലും നമ്മളെ ഒരു കേരളത്തിൽ മനോഹരമായിട്ട് വിലയിരുത്തിയിട്ട് വൈറലായ ഒരാളുണ്ട്, സുബൈർ വാഴക്കാട്, നമ്മുടെ സുഹൃത്തും കൂടിയാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഈ കളിനെ അതേ രൂപത്തിൽ നന്നായിട്ട് വിലയിരുത്തുന്ന ഒരാളുണ്ട് എൻ്റെ നാട്ടിൽ കേട്ടോ. ആളെ ഞാൻ പരിചയപ്പെടുത്തരാം, മാനിക്ക. അപ്പൊ മാനിക്ക ഇന്ന് നമ്മുടെ ബ്രസീലിലാണ്. നിങ്ങൾ ബ്രസീലാണെന്ന് എനിക്കറിയാം. ഞാനും ബ്രസീലിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ബ്രസീൽ കപ്പെടുക്കണം ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോ നമ്മുടെ ബ്രസീലില് പിന്നെ വന്ന മാറ്റങ്ങൾ ഇന്ന് അവരെങ്ങനെ മുന്നേറും ഒന്ന് കാര്യങ്ങളൊക്കെ ബ്രസീലിന്റെ ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ അതിന്റെ കോച്ച് ആൻസലോട്ടി വന്നതാണ് ഏറ്റവും വലിയ കാര്യം. ആ കഴിഞ്ഞ ലോകത്തിലും അതിന്റെ മുമ്പത്തെ ലോകത്തിലും അവിടെ ബ്രസീലിന്റെ കോച്ചുകളായിരുന്നു അതിനെ പരിശീലിച്ചത്. അതിൻ്റെതായ ഒരു മാറ്റങ്ങൾ അവർക്ക് കുറവുണ്ടായിരുന്നു. ഇക്കുറി യൂറോപ്പിലെ ഏറ്റവും വലിയ കോച്ച് എന്ന് വെച്ചാൽ കോച്ചുമാരിൽ രാജാവായ ആൻസലോട്ടിയാണ് ഇന്ന് ബ്രസീലിനെ പരിശീലിപ്പിക്കുന്നത്. ബ്രസീലിന്റെ പരിശീലനം മാത്രമല്ല, ഇക്കുറി നെയ്മർ എന്ന മെയിൻ താരം ബ്രസീലിന്റെ ഒരു മാന്ത്രികത, ഫുട്ബോളിന്റെ ഒരു മാന്ത്രികത, അതിനൊരു സാമ്പാ താളം എന്നൊക്കെ പറയുന്ന അങ്ങനെ കണ്ടു വളർന്നതാണ് ഞാനൊക്കെ ബ്രസീലിന്റെ ആരാധകർ. ഒരു പ്രത്യേക ചന്താണ്. കാഫ് കളിക്കുമ്പോഴും, കാർലോസ് കളിക്കുമ്പോഴും, റൊണാൾഡോ കളിക്കുമ്പോഴും, റോബിനോ കളിക്കുമ്പോഴും, റൊണാൾഡിനോ കളിക്കുമ്പോഴും, റിവാൾഡോ കളിക്കുമ്പോഴും, റൊമാരിയോ കളിക്കുമ്പോഴും, ഇവരൊക്കെ കളിക്കുമ്പോൾ അതിന് ബ്രസീലിന്റേതായ ഒരു ചന്തണ്ടാവും. അത് ഇന്നും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആരാധകരെ മനസ്സിലിങ്ങനെ കൂടി നിൽക്കുന്നു. അതിന്റെ ഒരു തനി പതിപ്പായിട്ട് എല്ലാവരും ആൻസലോട്ടി എന്ന കോച്ച് പരുവപ്പെടുത്തിയെടുത്ത ടീമിനെയാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ആരാധകർക്കും നല്ലൊരു പ്രതീക്ഷ ഉണ്ടായി. ബ്രസീൽ കപ്പെടുക്കുന്നുള്ളത്, നെയ്മർ കപ്പെടുക്കും എന്നുള്ള ആഗ്രഹം എല്ലാവരും മനസ്സിലുണ്ട്. അതുകൂടാതെ വിനീസ് ജൂനിയർ നല്ല ഫോമിലാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മെയിൻ സൈഫർ പുലിയ, അത് നല്ല ഫോമിലാണ്. റഫീന, ബാർസലോണയിൽ എടുക്കുന്ന റഫീന നല്ല ഫോമിലാണ്. ചെറിയ പരിക്കുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ എന്നാലും കളിക്കിറങ്ങും. അതേമാതിരി ബേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ക്ലബിന്റെ PSG എന്ന ക്ലബിന്റെ ബേക്ക് മാർക്കിഞ്ഞു, അവനാണ് അതിന്റെ ബേക്കിൽ. അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ താരങ്ങളും അണിനിരക്കുന്ന ഒരു ടീമാണ് ബ്രസീൽ. നല്ല സെറ്റാണ്. സ്കോട്ട്ലൻഡ് അത്ര മോശം ടീമൊന്നല്ല. സ്കോട്ട്ലൻഡ് പറഞ്ഞാൽ ബ്രിട്ടീഷിലെ ലണ്ടനിലെ മെയിൻ ക്ലബിൽ നൽകുന്ന എല്ലാ താരങ്ങളും ഇല്ല. ലിവർപൂളിന്റെ മെയിൻ ബാക്കായി കളിക്കുന്നുണ്ട്, ആർസനലിന്റെ മെയിൻ സ്ട്രൈക്കറായി കളിക്കുന്നുണ്ട്. അതിൽ മൊത്തം താരങ്ങളും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കളിക്കുന്ന വലിയ ടീമൊന്നുമല്ല. ലണ്ടന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ടൂർണമെന്റും വാർഷിക മത്സരം നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ടൂർണമെന്റ് അതിന് കളിക്കുന്ന മൊത്തം താരങ്ങളായി. അപ്പോ മാനിക്കാട് നാവ് പൊന്നാട്ടെ, നമ്മളെ ബ്രസീൽ കപ്പെടുക്കട്ടെ. അപ്പൊ നിങ്ങൾ അർജന്റീനക്കാർ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, ഞങ്ങൾ കപ്പെടുക്കും അല്ലെ? ഞങ്ങൾ